നിഫ്റ്റി ഓട്ടോയുടെ ഒരു കേസാണ്. ഓട്ടോയെ സംബന്ധിച്ചിരിക്കുന്നത് ഇതേ ഫോർത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലേക്ക് നിലനിൽക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഓപ്പൺ ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു മാസീവ് ബൈങ്ങിൻ്റെ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ലോ ലെവലിനടുത്തേക്ക് വരെ ഇന്നത്തെ ഒരു ഏർലി ഈ ഒരു മിനിറ്റ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഇടിവാണ് നിഫ്റ്റി ഓട്ടോ സൂചികയിൽ കാണുന്നത്. സോ നിഫ്റ്റി ഓട്ടോ സൂചികയിൽ കണ്ടിരിക്കുന്ന ഈ ഒരു ഇടിവിനെ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്? കറൻ്റ്ലി ഒരു ഹെൽത്തി കറക്ഷൻ, അതായത് ലാസ്റ്റ് ഒരു ഹയർ ലെവലിൽ റിജക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 27,344 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ആ ലെവൽ ബ്രേക്ക് ഡൗൺ ആണ്. എന്നിരുന്നാൽ പോലും ലോവർ ലെവലിന് ഡിമാൻഡ് എടുക്കുന്നുണ്ട്. കറൻ്റ്ലി 0.38% ഇടിവാണ്. അതായത് ഇന്ന് ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ 26,365 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 7th നവംബറിൽ ലോവർ ലെവലിന് ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതൊരു സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ. അതിനുശേഷം വീണ്ടും 3 ക്യാൻഡിൽസ് ഫോളോ ത്രൂ ക്യാൻഡിലായി ലഭിച്ചു. ലാസ്റ്റ് ഒരു മാർക്കറ്റിൽ ഓവറോൾ ഒരു സെല്ലിംഗ് പ്രഷർ വന്നപ്പോൾ ഓട്ടോ ഇൻഡെക്സിലും ഒരു ഹയർ ലെവലിൽ റിജക്ഷൻ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ ഒരു ലെവൽ, അതായത് 27,344 എന്ന ലെവൽ ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ഓട്ടോ ഇൻഡെക്സിൽ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.